ഇപ്പോൾ മുൻ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ഡോക്ടർ തോമസ് ഐസക്, കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നടപടി കേരളത്തെ ശ്വാസം മുട്ടിക്കുമെന്നാണ് ധനമന്ത്രി പറയുന്നത്. നമുക്കറിയാം, വരാനിരിക്കുന്ന മാസങ്ങൾ ചെലവേറെയുള്ള മാസങ്ങളാണ്. എങ്ങനെയാണ് താങ്കൾ സാഹചര്യങ്ങളെ നോക്കിക്കാണുന്നത്? യാതൊരു സംശയം വേണ്ട, കേരളത്തിലെ ഭരണം സാമ്പത്തികമായിട്ട് സ്തംഭിപ്പിക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ്. ഞാൻ വലിയ സാങ്കേതിക കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഒരു സംസ്ഥാനത്ത് രാജ്യത്തോ സാമ്പത്തിക പ്രതിസന്ധി വേണമെങ്കിൽ ഉണ്ടാവണമെങ്കിൽ ഒന്നുകിൽ വരുമാനം കുറയണം, രണ്ട് ചെലവ് വർദ്ധിക്കണം. ചെലവിന്റെ കാര്യം എടുത്താൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ചെലവ് വർദ്ധിക്കുന്നില്ല, പിടിച്ചു നിർത്തിയിരിക്കുക. ഈ വർഷവും അങ്ങനെ തന്നെ ഇരിക്കും. ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ടാണ് ഈ പ്രതിസന്ധി എന്ന് പറയാനാവില്ല. പിന്നെയുള്ളത് വരുമാനത്തിന്റെ കാര്യം. വരുമാനത്തിൽ 2 ഭാഗമുണ്ട്. ഒന്ന്, നമ്മൾ തന്നെ പിരിക്കണ നികുതിയും നികുതിയിതര വരുമാനങ്ങളും. 2, കേന്ദ്രം തരുന്ന ധനസഹായവും കേന്ദ്രം അനുവദിക്കുന്ന വായ്പയും. ഇതില് നമ്മൾ തന്നെ പിരിക്കുന്നത് വളരെ ഗണ്യമായിട്ട് കഴിഞ്ഞ 2 വർഷം 45% മൊത്തം വർദ്ധിച്ചിരിക്കുന്നത് സർവകാല റെക്കോർഡാ. അപ്പൊ നമ്മളെന്തോ വരുമാനം കുറഞ്ഞുകൊണ്ടല്ല ഇതുണ്ടായിട്ടുള്ളൂ. അപ്പൊ പിന്നെ ഒരു സംശയം വേണ്ടല്ലോ, കേന്ദ്രം തരുന്ന സഹായം, പ്രത്യേകിച്ച് കേന്ദ്രം അനുവദിക്കുന്ന വായ്പ വെട്ടിക്കുറച്ചുകൊണ്ട് മനഃപൂർവ്വം നമ്മുടെ സംസ്ഥാനത്ത് ധനകാര്യ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ഇത് അവർക്കെന്തോ രാഷ്ട്രീയ നേട്ടമാവും എന്നാണ് കരുതുന്നത്. ഇത് LDF അടുത്ത മാസം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകാൻ പോവുകയാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ പെൻഷൻ തടയുന്നത്, അവരുടെ നെല്ലിന്റെ തിരിച്ചടവ് തടസ്സപ്പെടുന്നത്, ആനുകൂല്യങ്ങൾ വൈകുന്നത് ഇതൊക്കെ കാരണം കേന്ദ്രത്തിന്റെ ഈ നിലപാടാണ് എന്നുള്ള കാര്യം വെച്ച് ഞങ്ങൾ ക്യാമ്പയിൻ പോകാൻ പോയി. നമുക്ക് നോക്കാം ജനങ്ങൾ ആരെ വിശ്വസിക്കുന്നുള്ളൂ. ശരി, വളരെ നന്ദി ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങും എന്ന സൂചനയാണ് അദ്ദേഹം നൽകുന്നത്. എല്ലാ കാര്യങ്ങളും ജനങ്ങളോട് പറയും, ജനങ്ങൾ ആരെ വിശ്വസിക്കുമെന്ന് അപ്പോൾ അറിയാം എന്ന് മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക് പറയുന്നു.